അപ്പോൾ നമ്മൾ കാത്തിരുന്ന സെലിബ്രിറ്റി ഷൂട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇൻട്രോ കൊടുത്തത്. ഓ മൈ ഗോഡ്, നമ്മൾ പൊട്ട് കുത്താൻ പോവുകയാണ്. പൊട്ട് തൊട്ട പവർണം. സൂപ്പർ. ഞാൻ തന്നെ സ്വന്തമായിട്ട് പറയാം. ഈ ഡ്രസ്സിന് പറ്റിയ പേരുകൾ താഴെ കമന്റ് ചെയ്യേണ്ടത്. അളവുകളൊന്നും ഇല്ലാണ്ട് കുട്ടി ചെയ്ത ബ്ലൗസ് ആണ്, പക്ഷെ എനിക്കിത് എക്സ്പീരിയൻസ്. എന്തോരം ഹാൻഡ്സ് ഉണ്ടായിരുന്നു. കുറെ ഗുരു ഇങ്ങനെ വെക്കും. ഫസ്റ്റ് ഓണം ഷൂട്ടാണ് 2024 ഫസ്റ്റ് ഓണം ഷൂട്ട് വിത്ത് നബിഹ. പ്രോപ്പർട്ടീസ് ഒക്കെ വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. 150 വർഷം പഴക്കമുള്ള നാഗവല്ലിയുടെ ചിലങ്ക പോലെ. പത്തരമാറ്റിലെ നന്ദനയോട് ചെയ്തത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇതാണ് ആദ്യം ചേട്ടന്റെ ഫോട്ടോസ്, ആദ്യം ഫോട്ടോഗ്രാഫി. പറയുന്നതല്ല, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തരുള്ളൂ. എവിടെ നിന്ന് കുത്തിയതാ? വിശന്ന് പാറി വന്നിരിക്കുന്ന 4 പേർ. എന്നെ കാണില്ല, എന്നെ കണ്ട ഒരു ബസന്തി കുഴിമന്തി ഗർഭ. ഒന്നും പറയാനില്ല, എനിക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കാലമായെന്ന് തോന്നി ഇങ്ങനെ പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ട്. നിങ്ങളിപ്പോഴും എൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കല്യാണമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കത് അടുത്ത പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇന്ന് നാഷ് ഡിസൈൻസിൻ്റെ ഈ 2024 ഓണത്തിൻ്റെ ഒഫീഷ്യൽ ഷൂട്ടാണ്. അപ്പോൾ ഇന്നോട് വന്നേക്കുന്നത് പത്തരമാറ്റി ഷെഡിലെ പത്തരമാറ്റി സീരിയലിലെ നന്ദനയാണ്, അതായത് ഗോപികയാണ്. ഇതിനേക്കാൾ ഉപരി നന്ദന നമ്മുടെ ഗോപികൻ്റെ ഒരു നല്ല കോമൺ സുഹൃത്താണ്, ഫ്രണ്ടാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് പരിചയമുള്ളവരാണ്. അപ്പം നമുക്ക് ഷൂട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ കണ്ടിന്യൂ വാച്ചിങ്. ഇല്ല, നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ കാത്തിരുന്ന സെലിബ്രിറ്റി ഷൂട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇൻട്രോ കൊടുത്തത്. ഓ മൈ ഗോഡ്, നാഷ് ഡിസൈൻസ് വിത്ത് സെലിബ്രിറ്റി ഓണം ഷൂട്ട്. സെലിബ്രിറ്റി ആവും മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അതാ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പറഞ്ഞോളൂ, എന്നെ പറ്റി 2 വാക്ക് പുകഴ്ത്തി പറഞ്ഞോളൂ. എന്റെ എൻഗേജ്മെന്റിനൊക്കെ ഡ്രസ് ചെയ്തത്, കല്യാണത്തിന് അനിയത്തിക്കും കസിൻസിനും ഒക്കെ ഡ്രസ് ചെയ്തത് നബിഹയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഞങ്ങളുടെ 2 പേരുടെയും ഒരു അടിപൊളി ഒരു സാധനമുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുത്തേക്ക്. ലിസൺ ടു മീ എന്നൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. എന്റെ നായിക എന്ന് പറയണോ എന്ത് പറയണോന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. അതെ, എന്റെ ക്രഷ് ആയിട്ട് അഭിനയിച്ച ഒരു കുട്ടിയാണ്. അതെ, ഞാൻ അപ്പൊ മനസ്സുകൊണ്ട് വെച്ചോ അടിപൊളി. അതെ അന്ത കുട്ടിയാണ് ഇന്ന കുട്ടി. അങ്ങനെ ഇപ്പൊ ഗോപിയാണ് ഇന്ന് നാഷ് ഡിസൈൻസിന്റെ കൂടെ ഉള്ളത്. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐ മേക്കപ്പ്, അടിപൊളി ഐ മേക്കപ്പ്. അതിനേക്കാൾ നമ്മളിന്ന് പറയാൻ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണ്, ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത് വേറെ ആരുമല്ല, കുറെ കാലം കണ്ട് എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ട് ബ്ലോഗിലും ചേച്ചിയായിരിക്കും, മിക്ക ഷൂട്ട് ബ്ലോഗിലും. ഗോപികയുടെ ഫസ്റ്റ് ടൈം ആണ്. പറയാം, അതെ, നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. അതെ, അപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്തപ്പോ എത്രാമത്തെ ഷൂട്ടിന്റെ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നപ്പോ ഗോപികയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ആദ്യം എൻ്റെ മോഡൽ മാറിയത്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ ബ്രൈഡ് ടു ബി ഷൂട്ട്, അയ്യോ അതിനെക്കുറിച്ച് എനിക്ക് വാക്കുകളില്ല പറയാൻ. നമ്മളെ തന്നെ ഒരു ബെസ്റ്റ്. അതാണ് എൻ്റെ ഭയങ്കരമായിട്ട് ഞങ്ങളാണ് ഒരു ബെസ്റ്റ് ആയിരുന്നില്ലേ അത്, അല്ലേ? ചേച്ചിക്ക് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. അതെ, അപ്പൊ അതൊക്കെ ചെയ്ത ചേച്ചിയാണ്. ആ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ബ്യൂട്ടി സലൂൺ അല്ലേ ചേച്ചി? അങ്ങനല്ലേ പേര്, മുഴുവൻ പേര്? ഓക്കെ, ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഗോപിക അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷീബ ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് അയൺ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഹാൻഡ്ലൂം കളക്ഷൻസ് ആയിരിക്കും നമ്മൾ ഒബ്വിയസ്ലി ഓണത്തിന് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഓണം ഔട്ട്ഫിറ്റും ഹാൻഡ്ലൂമാണ്, പ്യുവർ ഹാൻഡ്ലൂമാണ്. അപ്പോൾ ഹാൻഡ്ലൂംസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് നമ്മൾ അയണിങ്ങും പെട്ടെന്ന് ചുരുങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ്, ഷ്രിങ്ക് ആകുന്ന ടൈപ്പ് ഓഫ് ഒരു ക്ലോത്താണ്. അപ്പോൾ അത് അയൺ ചെയ്യണം. ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കുറച്ചൊന്ന് ഷ്രിങ്ക് ആയിരുന്നു കുറച്ചൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് അയൺ ചെയ്യുകയാണ്. പക്ഷെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാൻഡ്ലൂം കളക്ഷനിൽ
പ്രിന്റഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും മിക്സ് ആയിട്ട് വരുന്ന ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഒരു പെയറാണ്. എൻ്റെ ഭയങ്കരമായിട്ട് ഒരു ലവേഴ്സ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു ഈ മെറ്റീരിയൽ. ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ ഒന്ന് നോക്കാണ്ട് ഓർഡർ ചെയ്ത് ഓണം കളക്ഷൻസ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് വരുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരു മിക്സഡ് കളർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നല്ല വൈബ്രൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് പേര് ഇതുവരെ ഇട്ടിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഈ ഷൂട്ട് ഓൾമോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും പേര് ഞാൻ ഒബ്വിയസ്ലി ഇടുമായിരിക്കും. നിലവിൽ പേരൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ദേ ഗോപികയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇപ്പോൾ ലിപ്സ്റ്റിക് ലാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫിനിഷിങ് ടച്ച് മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ മേക്കപ്പിൽ. നമ്മൾ കുറേ കാര്യങ്ങൾ ഓൺ വോയിസിൽ പറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചേച്ചിയുടെ സലൂണിൽ സോങ് ഉണ്ടായിരുന്നു, മ്യൂസിക് പ്ലേ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അത് കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് എന്താണ് ആ പ്രസക്തമായ ആ ഭാഗങ്ങൾ വോയിസുകൾ ഞങ്ങളിവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വോയിസ് ഓവറാണ് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ലുക്ക് കാണാം. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. നമ്മൾ പൊട്ട് കുത്താൻ പോവുകയാണ്. പൊട്ട് തൊട്ട പൗർണമി, അതാണ് ഇത്. പൊട്ട് വെച്ചപ്പോൾ തന്നെ ആ ഒരു ലുക്കിൻ്റെ ഒരു സഡൻ ചേഞ്ച് കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ തന്നെ സ്വന്തമായിട്ട് പറയാം, ഇതെന്റെ കല്യാണ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ തന്നെ സുന്ദരിയല്ലേ? ബാക്കി ഓഡിയൻസ് പറയും, കമന്റ് ബിലോ. ഇതാണ് നമ്മുടെ സയൻസിന്റെ സ്വന്തം കളർഫുൾ ഡ്രസ്സാണ്. ഇതിന് ഞാനിതൊരു പേരിട്ടിട്ടില്ല, പേരാലോചിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കളർഫുൾ ആയതുകൊണ്ട് ഞാൻ ഇത്തവണ ചെയ്യുന്ന എല്ലാ കോസ്റ്റ്യൂമിനും ഓരോ ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്ത് വാടാമല്ലി, തുമ്പ, തെച്ചി, അങ്ങനെ ഓരോ ഡ്രസ്സും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് എല്ലാ കളറും ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ, ഏത് കളർ എന്ത് പേര് എല്ലാ കളറും ഉണ്ട്. കൊള്ളാം, പക്ഷെ അതിനൊരു പേര് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല പേരാണ്. സോ കമന്റ് ബിലോ പേരുകൾ, ഈ ഡ്രസ്സിന് പറ്റിയ പേരുകൾ താഴെ കമന്റ് ചെയ്യേണ്ടത്, ഇടാൻ പറ്റുന്ന ഒരു പേര്. എല്ലാ കളേഴ്സും ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു കളറാണെങ്കിൽ നമുക്ക് എല്ലാ കളറും ഉള്ളതുകൊണ്ടൊരു. ഓക്കെ, നമുക്കിപ്പോ ഡ്രസ് ഇടാം. സ്കേർട്ട് ഉണ്ട്. ഫൈനൽ ലുക്ക് നമുക്ക് സ്കേർട്ട് ഒക്കെ ഇട്ടിട്ട് ഫൈനൽ കാണാം. ഇപ്പൊ നമുക്ക് ബ്ലൗസ് നമുക്ക് ഉടുപ്പിടാം. ഡ്രസ്സൊക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോ അടിപൊളി ആയിരിക്കും. അയ്യോ, നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സമയം ഇറക്കി ഇടാം. അപ്പോഴത്തേക്ക് മേളൊക്കെ വരുമ്പോ സെറ്റ് ആയിരിക്കും. ബ്ലൗസ് നന്നായിട്ട് കറക്റ്റ് ഈ കളറൊക്കെ വന്നപ്പോഴത്തേക്ക് എന്റെ അളവുകളൊന്നും ഇല്ലാണ്ട് കുട്ടി ചെയ്ത ബ്ലൗസ് ആണ്. പക്ഷെ എനിക്കിത് അത് നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈൻ മനസ്സിൽ കണ്ടു. അപ്പൊ മെഷർമെന്റ് മനസ്സിൽ പതിഞ്ഞിരിക്കും. എനിക്ക് ആ കഴുത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കൊടുക്കാതെ ഓൾറെഡി ഇതില് പ്രിന്റ് ഉണ്ട്. നന്നായിട്ട് ഇതല്ല വരാൻ പോകുന്നത്. ഫുൾ ലുക്ക് വരാൻ പോകുന്നത്. സർപ്രൈസ് കൊടുക്കാം. ഞാൻ അതാണ് സർപ്രൈസ്. ഇതാണ് ആ ഡ്രസ്. ഹാഫ് സൈഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സെലിബ്രിറ്റി ഇത്രയും ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇത് വെച്ച് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ഇതിന്റെ പുറത്തുകൂടി ഇങ്ങനെ മറ്റേ സാധനം വെച്ചാൽ മതി. അത് വയറിൽ തന്നെ വെക്കണമെന്നില്ല, ഇത് ഇവിടെ വെച്ചാലും മതിയല്ലോ. ഓക്കെ, വീഡിയോ ഞാനിങ്ങനെ പലതും കാണിക്കും. ഇതുപോലെ വയറിലാണെങ്കിൽ വയറിൽ വെച്ചാലും മതി അല്ലേ? വയറിലാണെങ്കിൽ കുറച്ചും കൂടി എടുത്ത് അറിയാൻ പറ്റും. എങ്ങനെയുണ്ട് ചേച്ചി പത്തരമാറ്റിലെ സെലിബ്രേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ഓ മൈ ഗോഡ്, നല്ല ഗ്ലോയിങ്. ഈ ലൈറ്റിൽ നല്ല രസമുണ്ട്. ഹെയർ ടു കാണിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു സാധനമാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. കേൾസ് സ്വന്തം ഹെയർ ആണ്, പക്ഷെ കണ്ട എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു. ഹെയറിൻ്റെ ടെക്സ്ചർ പോലും അങ്ങനെയാണ്.
ഓക്കെ നൈസ്. വീഡിയോയിൽ കാണുമ്പോൾ ഈ ഷോളിന്റെ കളർ റെഡ് പോലെ ഇരിക്കുന്നു, പക്ഷെ ആക്ച്വലി അത് റെഡ് അല്ല. അതൊരു നമ്മൾ റോസാപ്പൂ ഇല്ലേ, ശരിക്കും ഉള്ള ഒരു റോസാപ്പൂ, മറ്റൊരു ഒറിജിനൽ നല്ല ഡീപ്പ് റെഡ് പോലത്തെ അങ്ങനത്തെ ഒരു കളർ. നല്ല അപ്പൊ അടിപൊളി കോസ്റ്റ്യൂം, അടിപൊളി മേക്കപ്പ് എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫർ വരണം. ഫോട്ടോഗ്രാഫർ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ്. നല്ല വിശപ്പും ഉണ്ട് പക്ഷെ 3:45. അതെ, നല്ല വിശപ്പുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മേക്കപ്പ് അടിപൊളിയായിട്ട് ഇഷ്ടമായി. നോസ്പിനെ പറ്റിയുള്ള നോസ്പിന് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാൻ എടുക്കുവാന്ന് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ, ഞാൻ കത്തെഴുതി വെച്ചിട്ട് പോകും. നല്ല രസമാണ്. അതെ, ഞാനിങ്ങനെ ഓൾറെഡി ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സീരിയലിന് വേണ്ടിട്ട് കൂലി എന്റെ സെക്കൻഡും നോസ്പിനും ഒക്കെ അതിന്റെ ഹോളൊക്കെ അടഞ്ഞുപോയി. ഇപ്പൊ എന്താ ഇത് കറക്റ്റ് കുത്തിയിരിക്കും പോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു കുരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. കുരു അത് കുഴപ്പമില്ല, കുരുവൊക്കെ ഭംഗിയാണ്. അതെ, കുരുവൊക്കെ ഭംഗിയാണ്. നമ്മുടെ മലർ മിസ്സിന് എന്തോരം ഫാൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറെ കുരു ഇങ്ങനെ വെക്കൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആ വളയും എല്ലാം കൂടി ഒരു കിടിലൻ കോംബോ. പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്റെ എൻഗേജ്മെന്റിന്റെ ഒരു ഡിസൈനർ മോഡൽ ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള. അതെ, തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണ്. ഞങ്ങളുടെ എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്, പിന്നെ എന്താ കല്യാണത്തിന്റെ കസിൻസിന്റെ ഒക്കെ ഡ്രസ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ ഷൂട്ട്സിന്റെ ഡ്രസ്സ്, എന്തെല്ലാം ലേറ്റസ്റ്റ് ബർത്ത്ഡേയുടെ ഡ്രസ്സ്, കഴിഞ്ഞ ബർത്ത്ഡേയുടെ ഡ്രസ്, പിന്നെ ഇപ്പൊ ഇത്, പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിമിന്റെ. അതെ, ഞങ്ങളുടെ വർക്ക് ലിസൺ ടു മീ മറക്കരുത്. ലിസൺ ടു മീ ഞാൻ മറക്കത്തേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. വെരി ഗുഡ്. ഫൈനൽ ലുക്ക്. എന്റെ ഫസ്റ്റ് ഓണം ഷൂട്ടാണ് 2024 ഫസ്റ്റ് ഓണം ഷൂട്ട് വിത്ത് നബിഹ. നാഷ് ഡിസൈൻസ്. ഓക്കെ, ഇനി അങ്ങോട്ട് കറക്റ്റ് കാണിച്ചു. അടുത്തത് നബിഹ മേക്കപ്പ് മുഖം കണ്ടുകൂടി. മേക്കപ്പ് ചെയ്തിട്ട് മുഖം കാണിക്കാം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ വലിഞ്ഞു കയറി മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. നമ്മുടെ ഇതും നാഷണൽ സയൻസിന്റെ. അതെ അതെ, നല്ല രസമുണ്ട് അത് കേട്ടോ. ഇത് മറ്റേ മീശമാധവനിലെ. അതെ, ഞാൻ ചൂടൊക്കെ ഇട്ടിടും. അതിട്ടാ മതി, അതിട്ടാ. ഞാൻ വേണമെങ്കിൽ കുറച്ച് സൂം ചെയ്യാം. അയ്യോ ഗൈസ്, നല്ല അരപ്പട്ടേ കൊണ്ട് ഞങ്ങക്ക് ഞാൻ സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുവാണ് ഷൂട്ടിന് വേണ്ടിട്ട്. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നല്ലോ നമ്മൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. അങ്ങനെ ഗോപിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ഗ്ലോയി ആയിട്ടുണ്ട്. നമ്മുടെ ദുപ്പട്ട ഒരു ചെറിയൊരു റെഡിഷ് പിങ്ക് പോലത്തെ ഒരു കളറാണ്. ഒരു ഹോഷ്യ പിങ്കിൽ റെഡ് വന്നൊരു മിക്സറാണ്. ഒരൊറ്റ കളറിലാണ് ചെയ്തേക്കുന്നത്. ടാസ്ലസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഫുൾ പ്രിന്റഡ് വരുന്ന ഹാൻഡ്ലൂമിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഞങ്ങൾ എന്തൊക്കെ കാണേണ്ടി വരും. വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. ഇല്ല, നമ്മൾ വീട്ടിനകത്ത് നിന്ന് എല്ലാം എടുക്കുകയാണ്. ആ ശരി, എന്നാ പിന്നെ ദേ വരുന്നു. വെക്കണമെങ്കിൽ ഇങ്ങനൊരു വീട് വെക്കണം, ഫോട്ടോഷൂട്ടിനും അതെല്ലാം പറ്റുന്നതാണ്. സൂപ്പർ. വീട്ടിനകത്തോട്ട് പോകുന്നു, ഓരോ സാധനങ്ങളും കൊണ്ട് വരുന്നു. ഉള്ളി റെഡി. ഇത് പ്ലാസ്റ്റിക് ആയി പോവും. ഓണം ഷൂട്ട് ഇപ്പൊ എല്ലാരും കർക്കിടകത്തിൽ തന്നെയാ ചെയ്യുന്നേ. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. കുറച്ചും കൂടെ അകത്തുണ്ടെങ്കിൽ വെക്കുവാണെങ്കിൽ തെറ്റിപ്പോവും. അരളിപ്പൂ വെക്കാൻ കൂടെ
ഈ വളയും കൂടെ. ഇവിടത്തെ വർഷങ്ങൾ പഴക്കമുള്ള 150 വർഷം പഴക്കമുള്ള നാഗവല്ലിയുടെ ചിലങ്ക പോലെ വർഷങ്ങൾ പഴക്കമുള്ള ഏതോ മുത്തശ്ശിയുടെ വെറ്റില ചെല്ലം അതിനകത്താണ് നമ്മൾ അരളിപ്പൂട്ട് വെക്കുന്നത്. എന്തൊക്കെയോ നമ്മൾ അരിച്ച് പറക്കിയെടുത്തു. ചേച്ചി സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഡൺ. ഞാനപ്പോൾ ഹാഫ് മേക്കപ്പിലാണ്. ഞാൻ ആക്ച്വലി റീൽസ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ, അങ്ങനെ ഫോട്ടോഷൂട്ട് പോലെ ഒന്നും എടുക്കുന്നില്ല. സിമ്പിളായിട്ട് എൻ്റെ ഈ ധാവണി ഒന്ന് കാണിക്കണം നാട്ടുകാർ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഗോപികയുടെ എനിക്ക് എത്രയൊക്കെ ഇനി ഫോട്ടോഗ്രാഫർ ഇനി റെഡെക്സ് ക്യാമറ കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് തന്നാൽ എനിക്ക് എൻ്റെ ഐഫോണിൽ കുറച്ച് ഷോർട്സ് റീൽസിന് വേണ്ടി എടുത്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത് വേറെ തന്നെയാണ്. എന്തോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ നിങ്ങളും. ബിക്കോസ് എനിക്ക് ഐഫോണിൻ്റെ ആ ഒരു ഐഫോൺ പ്രൊമോഷൻ അല്ല, പക്ഷെ എനിക്ക് ഐഫോണിൽ കിട്ടുന്ന ആ ഒരു ഒരു വൈബ്രൻസ് എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ ഗോപികയുടെ കുറച്ച് ഷോർട്സും ഇങ്ങനത്തെ റീൽസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഐഫോണിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് റീൽസായിട്ട് നാച്ചുറൽ സയൻസിലും. പിന്നെ ഇതിൽ ചിലപ്പോൾ ഷോർട്സ് ഇടുമായിരിക്കും യൂട്യൂബിൽ. സോ ഗൈസ്, അപ്പം ഞാനും അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന മേക്കപ്പാണ് എൻ്റെ എപ്പോഴും അങ്ങനെ അടിപൊളിയാവുന്നത്. ഇത് ഹെയറും മേക്കപ്പും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. ബ്ലാക്ക് കളറിലുള്ളൊരു ധാവണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ബാക്ക് ക്യാമറയിൽ ഫോട്ടോ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഏകദേശം ഇവിടെ കഴിയാറായി. ഇതിനിടയ്ക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നൊന്നും നമ്മൾ എടുത്തില്ല. സോ നമുക്ക് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതാണ് ആദ്യം ചേട്ടൻ. അതെ, എൻ്റെ കഴിഞ്ഞ ഓണത്തെ 2023 ഓണം ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ആദ്യം ചേട്ടനാണ്. ആ ഒരു ഐശ്വര്യം, ആ വർഷം എനിക്ക് നല്ലൊരു ഓണം വർഷമായിരുന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു ഓണം സീസൺ ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണ സ്റ്റാർട്ടിങ്ങിൽ ഈ ഐശ്വര്യം കൊണ്ടാണോ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആദ്യം ചേട്ടനെ പിന്നെ വിളിച്ചിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഇത്തവണ പക്ഷെ മോഡൽ ഞാനല്ല, ഇത്തവണ പുതിയ മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്. ക്ഷീണിച്ച അവശയായി. യൂട്യൂബ് തംബ്നെയിൽ ഇതാണ്, പത്തരമാറ്റിലെ നന്ദനയോട് ചെയ്തത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അതാണ്. ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരോ? കഴിച്ച. വാവ് വാവ്, ഇതാണ് ആദ്യം ചേട്ടൻ്റെ ഫോട്ടോസ്, ആദ്യം ഫോട്ടോഗ്രാഫി. നൈസ് ചേട്ടാ. ഷേ എങ്ങനുണ്ട്? സൂപ്പർ, രണ്ടുപേരും കിടില. എന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, രണ്ട് ഒരാളെ ഞാനാണ്. ഫോട്ടോഗ്രാഫർ കിട്ടില്ല, മോഡൽസ് രണ്ടുപേരും കിട്ടില്ല, ഓ എല്ലാവരും കിട്ടില്ല. സോ അങ്ങനെ സ്റ്റൈലിങ്ങിന് വന്ന കോസ്റ്റ്യൂം ഡിസൈനർ പോലും പുതിയ കോസ്റ്റ്യൂമില്ല. ഇത് നാച്ചുറൽ സയൻസിന്റെ ആണ് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഞാനും വീഡിയോ ഇടും. അതെ 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 അതെ, നമുക്ക് അങ്ങനെ ഓരോരുത്തർക്ക് ഒരു കോസ്റ്റ്യൂം മതി ഒരു വീട്ടിലെന്ന് പറയുന്ന പോലെ. ഇതാണ് ഗോപികയുടെ കോസ്റ്റ്യൂം. നേരത്തെ കണ്ടിട്ടുണ്ടാവും, പിന്നെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എന്തായാലും ആഡ് ചെയ്യും. നല്ല ഭംഗിയുണ്ട് അല്ലേ, ആ ഒരു ഗ്രീനറിയിൽ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കോസ്റ്റ്യൂമായിട്ട് പറയുന്നതല്ല, ശരിക്കും ഭംഗിയാണ്, അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതെ, കോസ്റ്റ്യൂമായിട്ട് പറയുന്നതല്ല, ശരിക്കും നല്ല ഭംഗിയുണ്ട്. അതിന് ഞാൻ പറയുന്നല്ലേ നല്ല ഭംഗിയുണ്ടെന്ന്. ഞാനല്ല ചെയ്തത്, നീ അല്ലേ ചെയ്തേ. അതെ അതെ, നല്ല ഭംഗിയുണ്ട് guys. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. ഡിസൈനർ ഒന്നും വാങ്ങി തന്നില്ല, അതും കൂടെ ഞാൻ ആയിരിക്കും. പറ, സാധാരണ ഒട്ടും അങ്ങനെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. ഹായ്, അസിസ്റ്റന്റ് അസോസിയേറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഇൻസ്റ്റ ഐഡിയുടെ പറഞ്ഞേക്ക് ഇവിടെ. നമ്മളൊന്നും പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമല്ലേ, ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കാണുന്നത്. അതിന്റെ കൃതം ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ കാണാൻ. സത്യം.
കാലി അനക്കാൻ വഴി കാണിച്ചു. ഇത് പോസ് നാല് തെറ്റിദ്ധരിക്കുന്നത്. അതാണ് വിചാരിക്കുന്നതാണ്. കോച്ച് വന്നു. ആൾക്കാർക്ക് ഫോട്ടോ കണ്ടൊരു ലൈക്ക് ഒരു കമന്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയോ? ബിഹൈൻഡ് ദ സീൻസ് ആണ് ഏറ്റവും ഫണ്ണി. അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടാൽ ഞെട്ടി ഞെട്ടി എന്താണ് ബാക്കി തെരിക്കും. നന്ദനയ്ക്ക് സംഭവിച്ചത്, പത്തരമാറ്റിലെ നന്ദനയ്ക്ക് സംഭവിച്ചത് എന്തെന്ന്. എന്തോ ഇത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തരുള്ളൂ. ഇങ്ങനെ കാതൊക്കെ കുത്തിയോ ആദ്യം ചേട്ടൻ? നല്ല രസം, നല്ല രസമുണ്ട്. എവിടെ നിന്ന് കുത്തിയതാ? ഓക്കെ. കിട്ടിയായിരുന്നോ? റെഡി? വളരെ നല്ല ഉന്നമാണത്. ആക്രമണം. അതെ, അങ്ങനെ നമ്മുടെ ഷൂട്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ. ഇതിന്റെ ഈ റിംഗ് ടോൺ കോപ്പിറൈറ്റ് വരുമോ ഇനി? മൊത്തം കോപ്പിറൈറ്റ് ആയി വൃത്തിയായിട്ട യൂട്യൂബിൽ. പത്തനമാറ്റി ക്ഷീണിച്ച്. So guys, നമ്മൾ ഫൈനലി നമ്മുടെ ആദ്യത്തെ നിന്റെ ഫസ്റ്റ് ഓണം ഷൂട്ട് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓണം ഷൂട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഞാൻ അത് കഴിയേണ്ട താമസം എന്റെ കണ്ണിലെ മയിൽപ്പീലിയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഫോട്ടോഗ്രാഫർ പ്ലീസ് നമിക്കുന്നു, സ്മരിക്കുന്നു. ഫോട്ടോഗ്രാഫർ ആദ്യം ചേട്ടനും നമ്മുടെ മേക്കപ്പ് ചേച്ചിയും വായോ, എല്ലാവരും ലൈറ്റ് ഉണ്ടല്ലേ? ഇത്രയും സുന്ദരിയാക്കി തന്ന നമ്മുടെ അതെ ഫുൾ ടീം. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വിജയകരമായി ഇന്നത്തെ ഷൂട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 2-ാം തീയതിയാണ് ആക്ച്വലി ഈ ഷൂട്ട് നടക്കുന്നത്. നമുക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി അപ്പൊ കാണാം. ഫോട്ടോ എപ്പോ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ബൈ. എന്നോ എന്നെ വിളിച്ചോ. ഓക്കെ ഗൈസ്, ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ചാനൽ. പിന്നെന്താണ്, കമന്റ് ബിലോ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ബൈ. കേറി പോണം മിസ്റ്റർ. ഗൈസ്, വിശന്ന് പാറി, വെളുത്തിട്ട് പാറി എന്ന് പറഞ്ഞതല്ല, വിശന്ന് പാറി വന്നിരിക്കുന്ന 4 പേർക്ക്. നമുക്കത്ര വിശപ്പൊന്നുമില്ല. നീ എന്നെ കാണില്ല, എന്നെ കണ്ട ഒരുമാതിരി ബസന്തിയെ പോലെ. കുഴിമന്തി ഗർഭ. ഞാൻ ഒരുമാതിരി ബസന്തിയെ പോലെയൊക്കെ ഇരിക്കുന്നു. കൊള്ളാം. അതെന്തുകൊണ്ടാണ് ഇതിന് കുഴിമന്തി എന്ന് പേര്? അത് അറിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് കഴിച്ചാൽ മതി. അതുകൊണ്ടാണ് കുഴിമന്തി. ഒരു കുഴിയുടെ അകത്താണ് അതിന്റെ റൈസ് ഉണ്ടാക്കുന്നേ അല്ലേ? എന്തായാലും ആ കഴിയാം. ഗൈസ്, എനിക്കിനി ഒന്നും പറയാനില്ല, എനിക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് കുഴിമന്തി? ഞാൻ നല്ല കുഴിമന്തിയാ, നല്ലതാ നല്ലതാ ഇവിടുത്തെ.
പക്ഷെ ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാന്നേ ഉള്ളൂ ബട്ട് ഇതിപ്പോ ഓക്കെ ആയിരിക്കും.